എന്നെ കുട്ടിയുടെ പരിപാടി. അപ്പൊ രാവിലെ കുട്ടി സ്കൂളിൽ പോകാനായിട്ട് ബാഗും പുസ്തകമൊക്കെ ആയിട്ട് റെഡിയായി. മുഖത്തുനിന്ന് പ്രകാശം സാജിന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും പ്രായമായാലുണ്ടല്ലോ ചെറിയ ടെൻഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ്സിൽ വരുന്നതിൽ ഏറ്റവും പ്രായമുള്ള ആള് ഞാൻ ആകരുതേ, എന്നെ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടാവണേ എന്നുള്ളതാണ്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുസ്തക സഞ്ചിയുമായിട്ട് അങ്ങനെ കോഴ്സിന് പേര് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ള കോഴ്സാണ്. 3 വർഷമാണ് കോഴ്സ്. ചിലപ്പം എനിക്ക് 2 വർഷം കൊണ്ട് തീരുമായിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ നേഴ്സിംഗ് കോഴ്സ് പഠിച്ച സമയത്ത് കുറേ കമ്പൽസറി കോഴ്സുണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ എന്നായിരുന്നു സ്വീഡിഷ്, ഫിനിഷ്. ആ കോഴ്സൊക്കെ പഠിച്ചുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ്സ് കിട്ടുവാണെങ്കിൽ കുറച്ച് നേരത്തെ തീരും. പിന്നെ ഇത് പഠിച്ചതുകൊണ്ട് നമ്മളൊരു പ്രൊഫഷനിൽ കയറാമെന്നുള്ള ഉദ്ദേശമൊന്നുമല്ല, ഒരു പുതിയൊരു തൊഴിലും കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുമല്ലോ. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡൊക്കെ ഷാർപ്പാവും, കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ കുഞ്ഞാവനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാട്ടോ. കുഞ്ഞാവൻ പിണങ്ങിയിരിക്കുക. കുഞ്ഞാവനെ രാവിലെ മറ്റേ അമ്മ പൗഡറൊക്കെ ഇടിപ്പിച്ച് പൊട്ടല്ല മറ്റേ കാക്കപ്പുള്ളിയൊക്കെ കുത്തി രാവിലെ പിള്ളേര് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്ന് ബുക്ക് അതിനകത്ത് വെച്ച് തന്ന പോലെ തന്നിവിടണ്ടേ. ഫസ്റ്റ് ദിവസം ഇതല്ലേ, അതുകൊണ്ട് പിണങ്ങിയിരിക്കുക. സ്പെഷ്യൽ കുഞ്ഞുവാവ അങ്ങനെ പറയാലോ, അതിൽ തെറ്റില്ലല്ലോ. പോയി വിജയ ശ്രീലാളിതനായിട്ട് വരാൻ മൊത്തം കൊച്ചു പിള്ളേരാ. പറയണൊക്കെ കേട്ട് പഠിച്ച് ഹൗസാ കാണുന്ന കേട്ടോ. സ്കൂള് തുറക്കണ ദിവസമായോണ്ട് ഫുള്ള് തിരക്കാണേ, നല്ല ട്രാഫിക്കും. അമ്മ പപ്പനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചെത്തി. ഇവിടെ എന്നാ പരിപാടി? ഇപ്പൊ റിമോട്ടിന് പിടുത്ത എസക്കുട്ടിയാണല്ലോ. മാള് എഴുന്നേറ്റോപ്പാ കഴിഞ്ഞാല്. ഓ രാത്രിയിൽ നമ്മൾ ലേറ്റ് ആയിട്ട് കിടക്കുമ്പോ രാവിലെ നമുക്ക് എഴുന്നേക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ കൂടുതൽ സമയം ഉറങ്ങും. കൂടുതൽ സമയം ഉറങ്ങി കഴിഞ്ഞാൽ എഗെയിൻ രാത്രി നമുക്ക് ഉറക്കം വരില്ല. കേട്ടോ മാളു? എഴുന്നേക്ക. എന്നെ ഇവിടെ പരിപാടി? ഹഗ് ചെയ്ത് കളിക്കുവാടാ? ആടാ ഹഗ് ചെയ്ത് കളിക്കുവാണോ കുഞ്ഞ്? പിള്ളേരെല്ലാരും മലയിച്ച് റെഡിയായോ? അതിൽ ബെറിയും ജാമും ഇട്ടിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഇന്നലത്തെ കപ്പ ജസ്റ്റ് കടുക് പൊട്ടിച്ചു. അതിൻ്റെ സൈഡിൽ ബാക്കിയുള്ള ചിക്കൻ പാർട്സ് കൂടെ ചൂടാനായിട്ട് മൂടി വെച്ചേക്കും കേട്ടോ. ഫ്രഷ് ബ്ലൂബെറി ഇടും. കൂടി കുറച്ചുകൂടി ബ്ലൂബെറി ഇടണം അല്ലേ? അത്യാവശ്യം സ്വീറ്റ് ആട്ടോ ഈ സിറപ്പ്. അപ്പം പിള്ളേർക്ക് അതിൻ്റെ കുടിച്ചത് കഴിക്കാം. മാളു, ചക്കി, ജോൺകുട്ടി. ചക്കി ഓൾറെഡി കഴിച്ചു തുടങ്ങി. ജോൺകുട്ടി മാളു വാ. എസ്കുട്ടി വന്നേ. വാ ബ്ലൂബെറി കഴിക്കാം. വാ വാ ബ്ലൂബെറി ഓഫ് ചെയ്ത്. അപ്പൊ നമുക്ക് എഴുതി കാണാം. ഫുഡ് ഇഷ്ടം കാണാം. എന്റെ പൊന്നു രാവിലെ വല്ലതും കഴിച്ചോ? എന്റെ പൊന്നു രാവിലെ വയറൊക്കെ എംറ്റി ആക്കിയിട്ട് മിടുക്കനായിട്ടിരിക്കുക. ആ ബ്ലൂബെറി ഉണ്ട്. ബ്ലൂബെറി കണ്ട ബ്ലൂബെറി മറ്റേ കൈ കൊണ്ട് ഈ കൈ കൊണ്ടെടുക്ക. കോരത്തില്ല. എല്ലാരും സീറ്റേലും ഇരുന്ന് കഴിക്കും ജോൺകുട്ടി. ആ പുള്ളി പൊറിച്ച് കോരി എടുത്തിട്ട് അതിൽ ബ്ലൂബെറി മാത്രം നാക്കി തിന്നുന്നത്. ബാക്കി തിരിച്ചു വയ്ക്കുക. പൊറിച്ചും കഴിക്കുന്നതിൻ്റെ കൂടെ ബ്ലൂബെറി മാത്രമാണ് കഴിച്ചത്. ഓ ഡേ ബ്ലൂബെറി ഗുഡ് ബോയ്. അമ്മച്ചോ ബ്ലൂബെറി അമ്മച്ചോ സൂപ്പറാ ബ്ലൂബെറി. എസക്കുട്ടി എടുക്കുമ്പം ബ്ലൂബെറി മാത്രമാണ് വായിക്കാത്തില്ലെന്ന്.
അതിന്റെ അരികത്ത് ഇതിന്റെ ബ്ലൂബെറി മാത്രം കഴിച്ചിട്ട് ബാക്കി ആ അമ്മയ്ക്ക് അങ്ങനെ ഫുള്ള് തീർത്ത് കളയാൻ പാടില്ല. ഓ എത്ര ബ്ലൂബെറി നോക്ക്. കണ്ടോ നൈസാണേ. എന്താ ഇവിടെ ചെയ്യുന്നേ? എന്നതാ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നേ? സ്റ്റാർട്ട് ചെയ്തേ ഉള്ളോ? ഓക്കെ പുതിയത് ബിൽഡ് ചെയ്യാം. ഓക്കെ വെരി ഗുഡ്. കുറേ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതായത് നമ്മൾ പൈലറ്റ്സ് ഉണ്ടല്ലോ അത് ഒന്ന് ട്രൈ ചെയ്യണം. എസക്കുട്ടി കൂവല്ല, അമ്മ ഒരു കാര്യം പറയട്ടെ, ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കൊളീഗ് എന്ന് പറയാം, അതായത് ഹോസ്പിറ്റലിൽ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ്. അപ്പം പുള്ളിക്കാരി അതിൽ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് അത് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അവരുടെ അടുത്ത് പോയിട്ട് ഒരു സെഷൻ അതെടുക്കാം, എടുത്തു കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാമല്ലോ. അപ്പം ചെറിയൊരു പ്ലാൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ എന്നാ സംഭവം എന്ന് പോയി നോക്കാൻ പോകട്ടോ. പൈലറ്റ്സ് എന്നാണ് പറഞ്ഞത്. തിയറി ക്ലാസ് മാത്രമാണോ ഇനിയിപ്പോൾ ഒരു പ്രാക്ടീസ് ഉണ്ടോ സെഷൻ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്നുള്ള പാസ് ഉണ്ടല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം പോകുന്നത്. 45 euros രണ്ടുപേർക്ക് ഒരുമിച്ച് ഒരു ഷെയർഡ് ക്ലാസ് എടുക്കുമ്പം. ജിമ്മ് നിർത്തുന്നില്ല കേട്ടോ, അതായത് ജിം നമ്മൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. മസിൽ ട്രെയിനിങ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കോമ്പിനേഷനാണ് ഉദ്ദേശിച്ചത്. അതായത് ഇവരുടെ ഫസ്റ്റ് സെഷൻ ഇച്ചിരി ഷെയർ ചെയ്തെടുത്തത് കൊണ്ട് കുറച്ച് എന്താണ് അത്ര എക്സ്പെൻസീവ് അല്ലായിരുന്നു. അല്ലെങ്കിൽ സിംഗിളായിട്ട് ഇപ്പോൾ നമ്മൾ പോയി അവരുടെ ഫസ്റ്റ് ഇതെടുക്കുമ്പോൾ 75 euros ആയിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, അപ്പോൾ 45 euros. പിന്നെ നമ്മുടെ പാസ് നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അല്ല, അത് അവർ പേയ്മെൻറ്റിനായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു. ഇനിയിപ്പം നമുക്ക് അടുത്തത് വരുന്നത് ഒരു ഗ്രൂപ്പിന് 15 euro വെച്ച് 5 സെഷൻ, പിന്നെ കണ്ട് 6 സെഷൻ അങ്ങനെ എന്തോ എടുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് പ്രൈസ് എന്നൊക്കെ പറയുന്നു. അപ്പം അത് എത്ര നാളിനുള്ളിൽ ചെയ്ത് തീർക്കണം അങ്ങനെയൊന്നും അറിയില്ല. എന്നാലും ബിഗിനിങ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ടൈമൊക്കെയാണ് ഒരു ഇച്ചിരി അറേഞ്ച് ചെയ്യുക. കാരണം ഡ്യൂട്ടി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്കൂൾ തുടങ്ങുമ്പം ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളത് ടൈം അറേഞ്ച് ചെയ്യുക, അതായത് അവർ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നമുക്ക് ടൈം കിട്ടുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ അവർ കോൺടാക്ട് ചെയ്യാം, ഓരോ ടൈമിലും ഓരോ സമയത്ത് അവരെ ആളെ കിട്ടുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 തവണ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നമ്മുടെ വീടിനടുത്തുനിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ സ്ഥലത്തേക്ക്. ഒരു സ്റ്റുഡിയോ പോലെ അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ഓൺ പ്രോപ്പർട്ടി തന്നെയാണ്, അവരുടെ വീട് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം ഇടയ്ക്ക് അവരിങ്ങനെ ഗ്രൂപ്പ് സെഷൻസ് വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നേ വരെ നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് അവർ ക്ലാസ് പോലെ അറേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് സെഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ വെരി ഫസ്റ്റ് ഡേ ആട്ടോ നമ്മൾ പോകുന്നത്. ക്യുക്കായിട്ട് കഴിഞ്ഞു കേട്ടോ, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇനിയിപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ഞാൻ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. നല്ല, അതായത് നമ്മൾ ജിമ്മിൽ പോകുന്നത് മസിൽ ട്രെയിനിങ് ചെയ്യണത് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ പൈലറ്റ്സ് നമ്മൾ ട്രൈ ചെയ്യണതും നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ചിങ്ങും നല്ല രസമുണ്ട്. കൂടുതലും യോഗ പൊസിഷൻ തന്നെ, പക്ഷേ യോഗയ്ക്കകത്തൊരു ഫിലോസഫി ഉണ്ടല്ലോ. പൈലറ്റ്സിന് ഫിലോസഫി ഇല്ല, പക്ഷെ കൂടുതലും ഒരു സ്ട്രെച്ചിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാട്ടോ ഇവരുടെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്നത്. ആക്ച്വലി അവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പോർഷൻ അവർ ഇതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അപ്പം ശരിക്കും നഴ്സിംഗ് പ്രൊഫഷൻ പുള്ളിക്കാരി ക്വിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് തിരിഞ്ഞതാണ്. പക്ഷെ എന്തായാലും നല്ലതായിരുന്നു. അതായത് എനിക്കെന്ന് പറയുമ്പോഴേക്കും പണ്ട് ഇങ്ങനത്തെ ആ ഒരു സ്ട്രെയിനൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ടും ഷോൾഡറിന് കഴുത്തിനൊക്കെ നല്ലൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ജിമ്മ് ചെയ്താലും ആക്റ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ ആ പെയിൻ അങ്ങ് മാറുന്നില്ല. അപ്പം ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് കൂടെ ചെയ്യണം എന്നുള്ളത്. യോഗ അടിപൊളിയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ളവർക്കാണേലും അതിലെ ഫിലോസഫിയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ആ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ആ പൊസിഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് അതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ പൈലറ്റ്സ് എന്നുള്ളൊരു സെറ്റപ്പ്. അപ്പം അത് കേട്ടിട്ടാണ് നമ്മൾ വിചാരിച്ചെന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. ഞാനിവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അതിനിപ്പം നമ്മൾ ചുമ്മാ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, കണ്ടില്ല, നോക്കട്ടെ.
സ്കൂളിൽ വിട്ട ആള് സ്കൂളിൽ പോകാതെ കടകളിലൂടെ കയറി ഇറങ്ങി നടക്കുവാണോ? നാളെ തൊട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3:30 വരെ. അത് കരയുവാണോ? അല്ല, കരഞ്ഞല്ലേ. എത്ര പേരുണ്ട് ക്ലാസ്സിൽ? ക്ലാസ്സിൽ 13 പേര്. 13 പേര്. സെയിം പ്രായത്തിലുള്ളവരാണോ? സെയിം പ്രായത്തിലുള്ള ഒരാളുണ്ട്. ഉണ്ടോ? പുള്ളി ആർട്ടിസ്റ്റാണ്. ഓ, ആക്ച്വലി പുള്ളി സൈനികയ്ക്ക് ഇവിടുന്ന് 150 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരുന്നതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി. പിന്നെ ബാക്കി എല്ലാവരും ഒരാൾ ആഫ്രിക്കൻ IT ഫീൽഡിലുള്ള ആളാണ്. പുള്ളി IT ഫീൽഡിൽ നിന്നൊരു ചേഞ്ച് അതിന് വേണ്ടിയിട്ട് വന്ന അയാൾ മാത്രം. ബാക്കി എല്ലാവരും ഒരാൾ ഗ്രീസുകാരൻ, ഒരു ലേഡിയുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണോ ഫുൾ ബാച്ചിലാണ്? പക്ഷേ ഫിൻലൻഡിൽ മിനിമം 3-4 വർഷമായിട്ടുള്ളവരാണ്. കാരണം ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് 11,000 യൂറോയാണ്. അപ്പോൾ അതുകൊണ്ട് 11,000 യൂറോ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 11.5 ലക്ഷം രൂപ അടുത്ത് വരുമല്ലേ, അത്ര ഒരു വർഷത്തെ ഫീസ്. അപ്പം ഇവിടെ ഒന്നില്ലെങ്കിൽ PR അല്ലെങ്കിൽ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ കോഴ്സ് ഫ്രീ ആണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ. പിന്നെ 2-3 ചെറിയ പിള്ളേരുണ്ട്. ഒരു 22 വയസ്സൊക്കെ ഉള്ള 2 പേരുണ്ട്. അങ്ങനെയുണ്ട്, കുഴപ്പമില്ല. ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മെയിൻ ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ സ്റ്റോറി, പുള്ളി എങ്ങനെയാണ് ടീച്ചറായത്, അത് കഴിഞ്ഞ ശേഷം പുള്ളിയുടെ സ്റ്റോറി, പുള്ളി ഡിവോഴ്സ് ആയതും പുള്ളിയുടെ വൈഫിനെ കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ആക്ച്വലി ഇവര് പുള്ളിയുടെ അപ്പൻ സ്വീഡിഷുകാരനും അമ്മ ഫിനീഷുകാരിയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും എന്നാ പ്രായം ഉണ്ട് ആൾക്ക്? പുള്ളിക്ക് ഇപ്പം മാളുവിൻ്റെ പ്രായമാണ് പുള്ളിയുടെ മൂത്ത മോനെ. ഓക്കെ. പക്ഷേ പുള്ളിനെ കണ്ടെന്ന കുറച്ച് പ്രായം പറയും. ഞാൻ ചെയ്യണം. അപ്പം എത്ര പക്വതയില്ലാത്ത ആളായിരിക്കും. കാരണം ഫാമിലി ലൈഫ് 5 വർഷം ഗേൾഫ്രണ്ട് ആയതിനു ശേഷമാണ് പുള്ളി കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അത് കല്യാണം കഴിച്ചത് വേറെ ആളെ കല്യാണം കഴിച്ചോ? അല്ലല്ലേ, സെയിം ആളെ. പക്ഷെ വൈഫ് ഭയങ്കര ഇതായിരുന്നു. എന്തായിരുന്നു വൈഫിനും ഉണ്ടാവും സ്റ്റോറി പറയാൻ? അല്ല, ഇതിപ്പോ ഈ സ്റ്റോറി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പുള്ളി ഒരു പട്ടിയുടെ കഥ പറഞ്ഞു. ഇങ്ങനെ ഇവിടുത്തുകാരെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമല്ലോ. അതായത് പുള്ളി ഒരു ആദ്യം ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. ആ പട്ടിക്കുഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയിടയ്ക്ക് ആക്സിഡൻ്റ് ആയി മരിച്ചുപോയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ പുള്ളി 2 പട്ടിക്കുഞ്ഞിനെ വാങ്ങിച്ചു. അതിലൊന്ന് ഓൾറെഡി എന്തോ അസുഖം വന്ന് മരിച്ചുപോയി. പിന്നെ വേറൊരു പട്ടിക്കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞില്ല, ചത്തു എന്ന് പറയുന്നത്. ഓക്കെ, ചത്തുപോയി. അത് നമ്മൾ പറയുമ്പോൾ ചിലർക്ക് പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് വിഷമമായിരുന്നു നോക്കട്ടാണ്. ആണ്. അത് കഴിഞ്ഞിട്ട് പട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇവര് ഡിവോഴ്സായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ്റെ കൊടുത്തിട്ടാണ് മക്കൾ നിന്നെ, വീടെല്ലാം മക്കൾക്ക് കൊടുത്തു. അപ്പം മൂത്ത മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പട്ടീനെ. അപ്പം ഓക്കെ, അമ്മയുടെ പേരിലായിരുന്നു പട്ടീനെ വാങ്ങിച്ചത്. അപ്പം അമ്മയ്ക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഒരു 15 ദിവസം അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ അമ്മ എന്നെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടീനെ മറ്റേ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിനെ കൊല്ലാനുള്ള മരുന്ന് കൊടുത്ത്, അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ കൊല്ലാനുള്ള അവകാശമുണ്ടല്ലോ. അങ്ങനെ കൊണ്ടുപോയി കൊന്നു. അത് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരത്തി മെസ്സേജ് അയച്ചു, കെട്ടിയ മെസ്സേജ്, അത്യാവശ്യമായിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു. അപ്പം കഴിഞ്ഞപ്പോഴേക്കും പട്ടിയില്ല, പട്ടീനെ ഞാൻ ഇതിനെ കൊന്നു പറഞ്ഞു. അങ്ങനെ കുറച്ച് ക്രേസി ആയിട്ട് ചിലരുണ്ടല്ലോ, ക്രേസി ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ആ പെങ്കൊച്ച് അവർ അമ്മയായിട്ടൊന്നും കണക്ഷൻ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയാണ്. എന്നാലും അതിന് പുതിയതായിട്ട് ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ സ്റ്റുഡൻസ് വരുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇങ്ങനത്തെ നെഗറ്റീവ് ഫാമിലി കാര്യങ്ങളൊക്കെ പറയണത് ഭയങ്കര ചിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ പുള്ളിനെ കുറിച്ച്, അതായത് ഇവിടുത്തെ ഒരു കൾച്ചറാണ്. ഒരു ഞാൻ ഇതിനു മുമ്പ് മറ്റേ നേഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ പോയപ്പോഴാണ് തന്നെ അവിടെ വരുന്ന ടീച്ചർമാർ അവരെ കുറിച്ച് പറയും, ഞാൻ സാധാരണക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ലെവലിൽ വളർന്നു, ഇന്ന രീതിയിൽ. ഇവിടെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ബേസിക് ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ജോലിക്ക് കയറി കഴിഞ്ഞ ശേഷം ഇവരെ പ്രൊഫഷണൽ നിന്നുകൊണ്ടാണ് അടുത്ത പ്രൊഫഷനിലേക്ക് മാറുന്നത്. ചിലപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ശേഷമായിരിക്കും. അത് കഴിഞ്ഞ ശേഷം മാസ്റ്റേഴ്സ് എടുക്കുന്നു, അതിന് ശേഷം ഉയർന്ന ജോലി കിട്ടി ടീച്ചർ. ഇപ്പോൾ ഇവിടെ ടീച്ചറായിട്ട് 2010 തൊട്ടാന്ന് തോന്നുന്നു ഇവിടെ ടീച്ചറായി അയക്കുന്നത്. അങ്ങനെ മറന്നു, 2009, 2010 ടീച്ചറായി. അങ്ങനെ പറഞ്ഞാൽ അത്രയും കാര്യങ്ങളുള്ളൂ. പിന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു, അത്രയൊക്കെയാണ്. പക്ഷേ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. എനിക്ക് കമ്പൽസറി കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് അടുത്ത വർഷമായിരിക്കും. അപ്പം അതുകൊണ്ട് ടൈറ്റ് ഷെഡ്യൂളാണ്. പഠിപ്പിക്കാൻ പോകുന്നതിനെ കുറിച്ചും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞോ? നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞാൻ എൻ്റെ പ്രൊഫഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഫിസിക്കൽ വർക്ക് എനിക്കില്ല. അപ്പം ഫിസിക്കൽ വർക്കിലേക്ക് കുറച്ച് കൂടെ ആക്റ്റീവ് ആണെന്ന് തോന്നി. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നാളെ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടാക്കുക, അതിൽ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്തുക. നമുക്ക് മുന്നോട്ട് പോകുമ്പം നമ്മൾ ജോലി മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ആ ജോലിയിൽ നിന്നൊരു സന്തോഷമാണ് വേണ്ടേ. അപ്പോൾ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തത്. നോക്കാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അതിൽ തന്നെ നിൽക്കാൻ പറ്റുമോ നമുക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഇവിടെ നമ്മൾ ടാക്സ് കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഫീസ് കൊടുക്കേണ്ടത് നമുക്കൊരു പുതിയ സ്കില്ലും കൂടെ അറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കാം, അതുകൊണ്ട് പോയതാണ്.
പിന്നെ നമ്മൾ കുറച്ച് പ്രായമായി കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഫോഗ് കുറച്ച് അല്ല നല്ലതാ. കാരണം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറേ വർഷങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തും ചിന്തിച്ചിരിക്കുന്നിടത്തുനിന്ന് ഒരു ഡിഫറൻസ് വരുമ്പോഴേക്കും നമ്മൾ മാറി ചിന്തിക്കുന്നു. എല്ലാ രീതിയിലും ഒരു കിക്ക് ഷോക്കിംഗ് ആണ് ബ്രെയിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലതായിട്ട് മൂവ് ചെയ്യാൻ നല്ല ഗുണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോയ കാര്യം എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ നല്ലതായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി യോഗ പൊസിഷൻസ് ഇല്ലേ, അത് തന്നെയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ യോഗയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫിലോസഫി ഉണ്ടല്ലോ, ഇവർക്ക് അതില്ല. പകരം ആ പൊസിഷൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണ് ഓരോ ടൂൾ ഉപയോഗിച്ച്. ഇങ്ങനെ ബാൻഡ്, വലിയ ബോള്, അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സെയിം അങ്ങനെ ഇത് ചെയ്യുന്നത്. നല്ല കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അതായത് എൻ്റെ ബാക്കിൻ്റെ ഇതൊക്കെ സെറ്റായി കിട്ടും. ഒരു ഗ്രൂപ്പിനാണെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ ഫസ്റ്റ് വിസിറ്റ് ഷെയർ ചെയ്തെടുത്തതുകൊണ്ട് 75 അവരുടെ ഫസ്റ്റ് വിസിറ്റിന് ഒരാൾ തന്നെയാണെങ്കിൽ. ഇപ്പോൾ 2 പേര് ഷെയർ ചെയ്യുമ്പോൾ 45, 3 പേരുണ്ടെങ്കിൽ 35. ഇന്ന് 2 ആയിരുന്നു, അപ്പം 45 ഞാൻ പേ ചെയ്തത്. എ-പാസി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് സെഷൻ ആയിരിക്കും വരുന്നത്. അപ്പം €15 പെർ ടൈമിൽ 5 സെഷൻ അങ്ങനെ. അപ്പം അതെടുത്ത് കഴിയുമ്പോഴേക്കും അവർ പറയണത് ഇത് സെറ്റാവുന്ന ഈ പുറത്തിൻ്റെ ഇതുണ്ടല്ലോ നമ്മുടെ അവിടുത്തെ ആ ഒരു ഇത് മാർക്ക് കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഒരു ബേസ് പോലെ അവന്റെ ഞാൻ ചക്കിക്ക് സാധനങ്ങൾ കൊടുത്തു. ഈ ക്യൂബ് സാധനങ്ങളെല്ലാം പുറത്തേക്ക് കൊടുത്തു. വന്നിട്ട് ചക്കി ഇതിപ്പോ സാധനങ്ങളെല്ലാം ടൂൾസ്, തോക്ക്, അതുപോലത്തെ ഷോർട്സ് എല്ലാം അതുപോലത്തെ കാര്യങ്ങൾ പെടുന്നത്. പിന്നെ ഇതാ ഇപ്പോൾ വീഡിയോ ഡണ്ണായിട്ടില്ല, പക്ഷെ ചെയ്തോണ്ടിരുന്നു. പരിപാടി ഫുൾ വീട് ക്ലീൻ ചെയ്ത് സ്കൂളിൽ പഠിപ്പിച്ചു. സാറിന്റെ കുറെ സ്റ്റോറി സാധാരണ ഫസ്റ്റ് പോയിക്കുമ്പോൾ ആ ടീച്ചറെ കുറിച്ച് പരിചയപ്പെടുത്തതില്ലേ, ടീച്ചർ ആരാണ്, ടീച്ചർ എങ്ങനെയാണ് ടീച്ചറായത്, ടീച്ചറിന്റെ ഫുള്ള് സ്റ്റോറി പറഞ്ഞു. പിന്നെ ഞങ്ങളെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ പിന്നെ പഠിക്കാനുള്ള എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ട്, എത്ര വർഷം കൊണ്ട് തീരും, പിന്നെ ക്ലാസ് അറ്റൻഡൻസിന്റെ പ്രത്യേകത, സമയത്ത് സ്കൂളിൽ വരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ. ഞാൻ ഉണ്ടാക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. കാരണം ഇനി പഴയ പോലെയല്ല ചിക്കു, അതേപോലെ ഇനി എന്താ പറഞ്ഞ ആള് അടുക്കി പറക്കി ക്ലീൻ ആക്കിയിട്ട് ചോറ് കൊണ്ടാണോ റിവാർഡ് ചെയ്യുന്നത്? രാവിലെ കഴിച്ചേ? രാവിലെ കഴിച്ചങ്ങള് സണ്ണി ചോദിച്ചോ? പോറേജും പുള്ളയാണ് കഴിച്ചേ. ലഞ്ച് വല്ലതും കഴിച്ചു? ഇതൊന്നും കഴിച്ചില്ലേ? പസ്ത കഴിച്ചോ? ഓക്കെ. ചിക്കുവിന്റെ കാലം ഇന്ന് 4-ാം തീയതി ആണല്ലോ. നെല്ലിക്കക്കാലം അല്ലേ? രാവിലെ കുരുക്കി ഓപ്പൺ ചെയ്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അതങ്ങ് കംപ്ലീറ്റ് ആയിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്താലോ? എന്നാ ഓപ്പൺ ചെയ്യാം. നെല്ലിക്കക്കാലം ഓപ്പൺ അല്ലേ? 1, 2, 3 ഗോ. നോക്ക്, കറക്റ്റ് കരിനെല്ലിക്കയേ. ഇനി ഇത് പിക്കിള് പോലെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇത് പിക്കിള് പോലെ ആക്കും. കടുക് പൊട്ടിക്കും, ഉലുവയൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് ആണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതിന്റെ സൈഡിൽ അതിന്റെ ഗ്രേവി ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഈ സാധനം ഏറ്റവും ആദ്യം കഴിക്കുന്നത് അരിക്കരാമ്മയുടെ അടുത്ത് മമ്മിയുടെ അമ്മയില്ലേ, അമ്മച്ചി മരിച്ചുപോയി. പക്ഷെ അവിടെ ഞങ്ങൾ പെരിയാമ്പ്ര വീട്ടിൽ ചെന്ന് കഴിയുമ്പം അവിടെ ഫുൾ ഇങ്ങനെ അടുപ്പിൻ്റെ ചോട്ടിൽ എപ്പോഴും ഉണ്ടാവും ഒരു കലം. ആ കലത്തിൽ എന്നും ഒരു സാധനം ഉണ്ടാവും. എന്നിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ കടുക് പൊട്ടിച്ച് തരും. കടുക് ഉലുവയൊക്കെ പൊട്ടിച്ചിങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആണ്. ആ തണ്ടോട് കൂടിയിട്ട് അതിൻ്റെ കുത്തി വെച്ചിരുന്നത് നമ്മൾ. അപ്പം അതിൻ്റെ ഗുണമെല്ലാം ടേസ്റ്റും ഇതെല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കരിഞ്ഞിട്ടില്ല കേട്ടോ. എന്തോ കരിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ചെറിയൊരു മരുന്നിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും, കാരണം ഇത് കടുക് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ ഒന്ന് ഞാനൊന്ന് നോക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു മറ്റേ ഇതിന്റെ ടേസ്റ്റ് ആണോ, മരുന്നിന്റെ ടേസ്റ്റ് ആണോ? മരുന്നിന്റെ ടേസ്റ്റ്, എരിവ്, നെല്ലിക്കയുടെ ചെറിയ സംഭവം,
നല്ല എരിവുണ്ട് അല്ലേ? പ്രത്യേക ടേസ്റ്റാണ്. അത് അച്ചാറാകണം, അന്നേരമാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അടിപൊളിയാണ്. ഇതിങ്ങനെ നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് അത്. നല്ല കേട്ടോ. പക്ഷെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല, ചോറിന് കൊടുത്തില്ല നമ്മൾ കഴിക്കുന്നത്. ചോറിന് കൊടുത്തില്ല കഴിക്കുന്നത്. 35 ദിവസത്തോളമായി കരിനെല്ലിക്ക നമ്മൾ എടുക്കാൻ പോവാട്ടോ. അപ്പം അത് കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ അച്ചാർ പോലെ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തോലോട് കൂടിയുള്ള വെളുത്തുള്ളി നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്, അത് ചതയ്ക്കണം. നമ്മൾക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നല്ല വാഷ് ചെയ്തെടുത്ത് തൊലിയോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി ചതച്ചെടുത്തു, കറിവേപ്പിലയുണ്ട്, കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ വേണം, കുറച്ച് കടുക് വേണം, മഞ്ഞൾ, മുളക് പൊടി, ഇത്രയും മതി. പിന്നെ വെളിച്ചെണ്ണയിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പാത്രം കാസ്റ്റേൺ ഏത് നമ്മൾ കാസ്റ്റേൺ കുക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ, നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അങ്ങ് പതഞ്ഞയിൽ അഴുക്ക് മുഴുവൻ പുറത്തേക്ക് വരും. അത് കഴുകി കളയണം, എന്നിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങണം. അതല്ല ഈ തമിഴ്നാട്ടിലേക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് നല്ല ചൂടായിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കും. അപ്പം അതെല്ലാം ഇങ്ങനെ ഓരോ സമയത്ത് ഓരോന്നാണേ. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇരുമ്പ് ചട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം മറ്റേ ആരുടെ ആയിരുന്നു സ്റ്റീലിന്റെ അത് വാങ്ങണമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചില്ല, കാരണം അത് കഴിഞ്ഞിട്ട് ചിക്കു അല്ല ഓർമ്മ വാങ്ങിച്ചാൽ കുഴപ്പമില്ല, ചിക്കു ഫുൾ സെറ്റ് വേണം. അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ പുതിയ ഇറങ്ങിയിരിക്കുന്നതാണ് കാസ്റ്റേൺ. അത് ഷെഫ് പിള്ളയുടെ ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റേ ആയിട്ട് ചെയ്യണം. പിടിവാശിയിലാണ് ഇന്നേനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ നമ്മൾ തന്നെ അല്ല അടുക്കള കൈകാര്യം ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൂടെ ആകുമ്പോഴേക്കും ആ ഒരു നമ്മുടെ ആ ഒരു കൈപ്പാങ്ങിൽ നിന്ന് അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാ, ഇൻട്രസ്റ്റ് പോകും. മറ്റത് ഓർക്കുന്നുണ്ടോ, ഒരു കാലം വരെ ഞാൻ തന്നെയായിരുന്നു ഫുൾ അടുക്കളയിലെ കാര്യം മുഴുവൻ അല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇത് ചെയ്യാനായിട്ട് ഇപ്പം ആണെങ്കിൽ പിള്ളേരും കയറുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആയി കഴിയുമ്പോഴേക്കും പിന്നെ ആ ഫ്ലോ അങ്ങ് പോയി. ഇനിയിപ്പോൾ ഒന്നേന്ന് തൊട്ട് അത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് സാധനങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ കുറച്ച് മിനിമൽ സാധനങ്ങൾ കറക്റ്റ് പ്ലേസ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കയറുന്നവർക്കും എടുത്തിട്ട് അതുപോലെ തന്നെ തിരിച്ചു വെക്കാൻ പറ്റും. ഇത് പകുതി സാധനം ഉപയോഗിച്ചില്ലേ പോലും ആവശ്യത്തിൽ കൂടുതൽ അത് എടുത്ത് ഇത് ചെയ്യണമെന്നുള്ളത് സമയം കിട്ടുന്നില്ല. എന്നാൽ ഈ ആദ്യം അടിക്കുന്ന സമയം മതി ചെയ്യാൻ. പക്ഷേ അതെന്നെ ഉദ്ദേശിച്ചായിരിക്കും അല്ലേ. എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട് നമ്മളൊക്കെ 1/2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന പണിയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് ചെയ്യാനുള്ള ഒരു മൂഡും ഇഷ്ടവും ഒക്കെ നമുക്ക് തോന്നണ്ടേ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ 35 ദിവസം മുമ്പ് നെല്ലിക്ക കുതിരാനിട്ടപ്പോൾ അതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഇപ്പോഴാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതിലോട്ട് എണ്ണ ചേർക്കുന്നത്. ഉലുവ ഇട്ട് കൊടുക്കും, എന്നിട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ മൂടി വയ്ക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മുഴുവനും പൂത്തിരി പോലെ തെറിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കടുവട്ടിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ തെറിക്കില്ല. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും, കറിവേപ്പില ഇട്ട് കൊടുക്കും, കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. എണ്ണ ഇച്ചിരി കുറഞ്ഞു വരും അല്ലേ? നമ്മൾ കുറച്ച് എണ്ണ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റേ കറുപ്പിക്കാനായിട്ട് നെല്ലിക്ക കലത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇതിനകത്തേക്കും കൂടെയും കുറച്ച് മുളക് പൊടിയും ഇടുവാണ്. ഓൾറെഡി നല്ല കാന്താരിയായിട്ട് നല്ല എരിവുണ്ട്. ഇതൊരു ഇച്ചിരി നിറത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കുറച്ചുകൂടെ അങ്ങ് ഇട്ടത്. പക്ഷേ ഇത് ഇച്ചിരി കൂടി പോകുന്നൊരു സംശയമുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നല്ല അത്യാവശ്യം മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ച ഒരു ഇതുണ്ടല്ലോ, ആ മണമൊക്കെ മാറി ഒരുമാതിരി മുരിഞ്ഞ പോലത്തെ സെറ്റപ്പായിട്ടുണ്ട്. ഓൾറെഡി മറ്റതിൽ നല്ല ഉപ്പുണ്ട്, പക്ഷെ എന്നാലും ഇതിനകത്തൊരു പൊടിക്ക് ഉപ്പ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കറുപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ നെല്ലിക്ക കലത്തോടുകൂടി ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. കലത്തോട് കൂടി കലം വീണില്ല. ഞാൻ വിചാരിക്കായിരുന്നു എൻ്റെ ഈ പൊട്ടച്ചോദ്യം ചോദിക്കാത്ത കലം കൂടി ഇടുമോ എന്ന് ചോദിക്കാത്ത. ഇതിൻ്റെ ഈ സൈഡിലിരിക്കണതിനൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള ചാറാണ്. കറിവേപ്പിലയും മുളകും നെല്ലിക്കയുടെ ജ്യൂസും എല്ലാം കൂടെ ആയിട്ടിരിക്കണ നല്ല ടേസ്റ്റ് അതിന്. അതാണ് ഫുള്ളിങ്ങ് വടിച്ചെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ. ഒരു ചെറിയ തീയിൽ ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും കേട്ടോ. കാരണം ആ പൊടികളും വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ഈ നെല്ലിക്കകത്തേക്കൊക്കെ നന്നായിട്ട് പിടിക്കണം. നെല്ലിക്കയിലുള്ളത് അങ്ങോട്ട് വരണം. അതായത് ഇത് രണ്ടും കൂടെ നല്ലതായിട്ടൊരു ഒന്ന് മിക്സ് ആവണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നേരം നമ്മളൊന്ന് മൂടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്തെടുത്ത് ഉപയോഗിക്കും. കരിനെല്ലിക്ക നല്ല കരിനെല്ലിക്കയില്ലേ? കരിനെല്ലിക്ക നല്ല കരിനെല്ലിക്കായി. ഞാൻ ടേസ്റ്റ് ചെയ്ത് എരിവ് കാരണം വരെ നല്ല എരിവായിരിക്കും. എരിവും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഒരു പാത്രത്തിലാക്കി തരാം. കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. എല്ലായിടം പൊള്ളൂ. അല്ല നല്ല എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്. ആ നെല്ലിക്ക ശരിക്കും അലുത്തു കേട്ടോ അല്ലേ? ചോറിൻ്റെ കൂടി അടിപൊളി. ഇച്ചിരി അച്ചാർ പോലെ എരിവും ഉപ്പും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് അച്ചാറ് പോലെ കുറച്ച് കഴിക്കാൻ നല്ലത്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിനാഗിരി ഒന്നും ഇതിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറയാം നമ്മുടെ ഗട്ടിന് ശരിക്കും നല്ല സംഭവമാണ്. ഇല്ല, അരി ഇടണം. പിള്ളേർ ചോറുണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ അരി ഇടണ്ടെന്ന് വിചാരിച്ചു. വേറെ എന്തെങ്കിലും പൂരിയിലുണ്ടാക്കാൻ ഓർത്തെ. ഇത് കുറച്ചുകൂടി ഇട്ട് വയ്ക്കാനല്ലോ അതോ അല്ലേ? നല്ലേ സോഫ്റ്റാ അല്ലേ? നെല്ലിക്ക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ജോണിക്കുട്ടിയെ നിനക്ക് സാധനം തരുന്നത് കഴിക്കാൻ പറ്റുമോ? അച്ഛാ അവൻ കഴിക്കാൻ പറ്റില്ല, സ്ട്രോങ്. അല്ല അവന് ഇതിന്റെ എരിവിലാണല്ലേ. നീ വന്നേ. എനിക്ക് പൊതുവെ അച്ചാർ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നോക്കിയാ എങ്ങനെയാണ് നോക്കിയേ, എരിവ് സഹിക്കാൻ പറ്റുമോ? എരിവുണ്ട്. കുഞ്ഞത് മതി, ഭയങ്കര കുഞ്ഞത്. പേടിച്ചു എരിവ് എന്നൊക്കെ പറഞ്ഞപ്പോ. എനിക്ക് മമ്മ തരാം. നെല്ലിക്കയുടെ പീസ് കൂട്ടി കൊടുക്കാ. കരിനെല്ലിക്ക എന്ന് പറയും. അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് ചെയ്യും. അവിടെ എനിക്ക് ഭയങ്കര എരിവാണോ? ഇല്ല, സീരിയസ്ലി. അത് കഴിച്ചു നോക്കിയേ, ടേസ്റ്റ് എന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിക്കേ. എനിക്ക് കുറച്ചുകൂടി ഉപ്പിട്ടാലും കുഴപ്പമില്ലായിരുന്നു. അത്ര മതി. നല്ല എരിവുണ്ടേ. പക്ഷേ അച്ചാർ എത്ര എരിവ് വേണം? ഫ്രഷ് കാന്താരി നമ്മുടെ കയ്യിലില്ലായിരുന്നു. അതായത് പക്ഷെ ആ ഡിഫറൻസ് ശരിക്കും അറിയാനുണ്ട്. അതായത് ഫ്രഷ് കാന്താരി ചെറുതായിട്ടുള്ളൂ. അതായത് ഫ്രഷ് കാന്താരി ഇല്ലേ, നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയതിൻ്റെ അകത്ത് എല്ലാ ഫ്രഷ് സാധനങ്ങൾ ഇട്ട് ഉണ്ടാക്കിയ അതും ഇതും തമ്മിൽ ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഉണക്ക കാന്താരി ഇടുന്നതിനേക്കാളും ഫ്രഷ് കാന്താരി ഇടുമ്പം ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് ഒത്തിരി കൂടുതലാണ്. ഇതും അടിപൊളിയാണ്. പക്ഷെ ഫ്രഷ് കാന്താരി ഇട്ടുണ്ടാക്കുമ്പോൾ, അതായത് പച്ചക്കുരുമുളക്, പച്ച കാന്താരി, കറിവേപ്പില, പച്ച കറിവേപ്പില, കല്ലുപ്പ്, നെല്ലിക്ക, നമ്മൾ ആ ഇട്ട വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ആ വീഡിയോക്കകത്ത് കടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി, എല്ലാ ദിവസവും കുറച്ച് നേരം ചൂടാക്കി ഷെയ്ക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഒരു മാസം 30-35 ദിവസം കഴിയുമ്പോഴേക്കും ഇതുപോലെ ബ്ലാക്ക് കളറിൽ കിട്ടും. എന്നിട്ട് നമ്മളിങ്ങനെ കടുക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ സാധനം. നൊസ്റ്റാൾജിക് ഐറ്റം. എസക്കുട്ടി നല്ല ഉറക്കം കേട്ടോ. അപ്പം ഇങ്ങനെ ചുമ്മാ റെസ്റ്റ് എടുത്തിരിക്കുന്നു. ഈ മേലെ കൊച്ചിൻ്റെ ഞങ്ങളുടെ ആമ്പിള്ളേരുടെ തലയിൽ തുടരരുത്. ആമ്പിള്ളേരുടെ മുടി ഞാൻ പുറത്ത് പിടിച്ചോളാം. ഇവൻ്റെ മുടി ഇപ്പോൾ വെട്ടിക്കാൻ ബാർബർ ഷോപ്പിൽ പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അതും ചുമ്മാ എന്തിനും കിടന്നോട്ടെ. ആമ്പിള്ളേരുടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ഇരുന്നോട്ടെ, മുടി ചെന്ന് നീണ്ട പോലെ ഇരുന്നോട്ടെ, സാരമില്ല. ആമ്പിള്ളേരുടെ മുടിയെ തൊട്ട് പോയത്. പെൺപിള്ളേരുടെ എന്നാന്ന് വെച്ചാൽ കാണിച്ചോ, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ അതിനകത്ത് പണി പഠിക്കും. പക്ഷേ ഞാൻ കടയിൽ കൊണ്ടേ കൊടുത്തോളാം. ഞാൻ എന്ത് നീറ്റായിട്ടും വൃത്തിയായിട്ടും ചെയ്തോണ്ടിരുന്നായിരുന്നു. മുടി തിലകന്റെ മറ്റേ ഏതോ സിനിമയിൽ തിലകന്റെ എന്നിട്ട് വെട്ടി പകുതി എത്തിയപ്പോഴാണ് ഞാനത് അറിയണം ആ സാധനം ഇവിടെ ഇല്ലെന്ന്. പിന്നെ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ?
ഒരു പറ്റിയ സിസേഴ്സ് ഇല്ല, അതിന് പറ്റിയ കോമ്പില്ല, ഉള്ളതെല്ലാം വെച്ച് ഞാൻ ഇത്രയും ചെയ്ത് വെച്ചില്ലേ. ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. ഇനി മേലെ തൊട്ടു ഈ വൃത്തിക്ക് മരിക്കും പിള്ളേർ. കറക്റ്റ് സമയത്ത് നിങ്ങളാണ് കറക്റ്റ് സമയത്ത് കൊണ്ട് മുടി വെട്ടിക്കാനേ പിള്ളേരെ വെട്ടിക്കണമെന്നേ നീളട്ടെ. ഇനി മേലെ മറ്റേ സ്ഥിരന്റെ ഏതോ സിനിമയ്ക്കകത്ത് വട്ടം അടിച്ചു വെച്ചേക്കണ പോലെ അടിച്ചു വെച്ചാണല്ലോ, ഉറപ്പാണേ തൊട്ട് പോരുത്. ഡ്യൂട്ടിക്ക് പോറായില്ല, ഇങ്ങനെ ചുമ്മാ പറ്റിക്കൂടി കിടക്കും. ഞാൻ പോവാ. അയ്യോ എന്നാ ദൈവമേ, ഇനി ഇങ്ങനെ പോയി എങ്ങനെയാവും എൻ്റെ അപ്പോ. ഞാൻ കുറച്ച് ആക്റ്റീവ് ആണല്ലോ. തുടങ്ങിയില്ല, സ്കൂൾ തുടങ്ങിയില്ല, ഫസ്റ്റ് ഡേ ആൾ അപ്പോഴേക്ക് അറിയാൻ തുടങ്ങി. 2 ദിവസം ഡ്യൂട്ടി ആയിരുന്നു, ഭയങ്കര ക്ഷീണം. അയ്യോ പാവം, അതിനേക്കാളും മലമറയ്ക്കാൻ ഞാൻ പോകണ്ട. എന്നിട്ട് എനിക്കില്ലേ ക്ഷീണം. ആണുങ്ങൾക്ക് ക്ഷീണം ഉണ്ടായിപ്പോഴത്തിന്. ആണുങ്ങൾ ക്ഷീണിപ്പിക്കാൻ അല്ല, ആണുങ്ങൾക്ക് ഈ ആണുങ്ങളെ പെണ്ണുങ്ങളെന്ന് പറയണേ എന്തിനാ ഇപ്പം? അല്ല ആണിപ്പോ എന്നെ മനുഷ്യർ, അത് മതി. ഈ വീട്ടില് ജെൻഡർ ഡിഫറൻസിയേഷൻ പോവാ. അപ്പൊ ഞാൻ പോവാട്ടോ. ഹോസ്പിറ്റോളജി ഡിഗ്രി കോഴ്സ് 4 വർഷത്തിന് ഈ വർഷം ചേരുമെന്ന് പറഞ്ഞ ടീം ഒറ്റ കാരണം കൊണ്ട് അത് മാറ്റി റീസൺ പറയുന്നുണ്ടോ, റിവീൽ ചെയ്യുന്നുണ്ടോ? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു കോസ്മെറ്റോളജി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോയിട്ട് എന്റെ മുഖം പൊള്ളിച്ചു വെച്ചില്ലേ. ഇതേ അവസ്ഥ ഞാൻ നാളെ എവിടെയെങ്കിലും പോയി ആർക്കും ചെയ്തു കൊടുത്ത് ഞാൻ ചുമ്മാ വെറുതെ ചീത്തവിളി കേൾക്കണം, ആവശ്യമില്ലാത്തത് വള്ളിക്കെട്ട് എനിക്ക് കേൾക്കാൻ വയ്യാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആ കോഴ്സേ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. എൻ്റെ പൊന്നെ, എൻ്റെ ഇപ്പോഴും ശരി വരുന്നുള്ളൂ കേട്ടോ. ഇപ്പം മാറ്റം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് കുറച്ച് പാടും കൂടെ ഉള്ളൂ. അയ്യോ മതി ഇവിടെ സൈഡൊക്കെ. അത് എല്ലാവരുടെ സ്കിന്നിന് ചേരുന്നില്ല. എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ സ്കാറായിട്ട് കിടക്കും അല്ലേ. പാല് കുടിക്കാരാ, പപ്പ പോവാ. ചേട്ടായിടാം ഷൂട്ടിംഗ് റേഞ്ച്. എന്നിട്ട് ഇതിനകത്തൊരു മിനി കമ്പ്യൂട്ടർ പോലത്തെ, പിന്നെ ഇതിനകത്ത് ഒരു ആർമർ പോലത്തെ, എന്നിട്ട് ഇതിനകത്ത് ചെസ്റ്റ്. എൻ്റെ മറ്റേ ഞാൻ ഉണ്ടാക്കിയത് വീടാ. മറ്റേ ഞാൻ ഓർത്ത് മറ്റേ നോർമൽ ഒരു ഫ്ലാറ്റ് സർഫസ് പോലത്തെ റൂഫ് ഉണ്ടാക്കാൻ. പക്ഷെ ഞാൻ ഓർത്തു ഇത് നമ്മളുടെ വീട് പോലത്തെ മറ്റേ ട്രയാങ്കിൾ പോലെ ഇടാണ്. ഞാൻ അതുപോലെ ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിളും എല്ലാം സാധനങ്ങൾ ഉറങ്ങുന്ന സ്ഥലമുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ഫോട്ടോ ഫ്രെയിമും. ഏതൊക്കെയും ബെറ്റർ സൂപ്പറാ. ഇത് പക്ഷെ ഇതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടുപേരുടെയും ബെസ്റ്റാണ്. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പൊട്ടിപ്പോയില്ല. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ അടിപൊളി. പിടിച്ചാലും ഇത് ഭയങ്കര ഹെവി, ഇത് പക്ഷെ എന്നിട്ടും പൊട്ടിയില്ല. സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തു. ഈ ഷോർട്ടർ ടൈമിൽ ഇവിടെ എന്താ സംഭവിക്കണേന്ന് അറിയാമോ? എന്താ സംഭവിക്കുന്നത് ഇവിടെ? മാളു എന്ത് ചെയ്യുവോ? കുക്കി ഉണ്ടാക്കുവാണ് മാളു. ഇതിനകത്ത് എന്നൊക്കെ ചേർത്തു മാളു? ഇപ്പം ബട്ടർ, ബ്രൗൺ ഷുഗർ, ആക്ച്വലി വണില ഷുഗർ വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഷുഗർ ഇട്ടു. എന്നിട്ട് മുട്ട. എത്ര മുട്ട ചേർത്തു? ഒരെണ്ണം. ഒരു മുട്ട. ഒരു ഷുഗർ എത്ര ഇട്ടു? ബ്രൗൺ ഷുഗറാ 14 ഡെസിലിറ്റേഴ്സ്. 14. എന്നിട്ട് 114 grams ബട്ടർ. എന്നിട്ട് 1 ടീസ്പൂൺ വനില ഷുഗർ. പൊടി എന്തോരിട്ടെ? 245 വേണം. ഓക്കെ. എന്നിട്ട് ചോക്ലേറ്റ് ചിപ്പ് ആഡ് ചെയ്യും. ഷുഗർ ഇട്ടാ കുഴപ്പമുണ്ടോ? നോർമൽ ഷുഗർ ഇട്ടാ കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ ചാച്ചിയോട് ചോദിച്ചതാ. ഗ്രാനുലേറ്റഡ് ഷുഗർ ഇടുന്നതിന് കുഴപ്പമില്ല. അതന്നെ അതിൻ്റെ നോക്കുന്നേ.
ഇതിനകത്ത് ആവശ്യത്തിനുണ്ടോ എന്ന് അറിയാം ഫ്ലവർ. ഓക്കെ. എന്റെ അമ്മോ തൊട്ടില്ല ഞാൻ. ഓ മൈ ഗാഡ്. പയ്യെ ഒരെണ്ണം എടുക്കാവോ നോക്കെ. എന്റെ പൊടി പൊടിച്ചോണ്ട് പോവാന്ന് ചോദിച്ചാ. ഓ ഞാൻ എടുത്തില്ല. ഇഷ്ടം പോലെ ബ്ലൂബെറി കഴിച്ചോട്ട് പോലെ. ഈ ഫുൾ പാത്രമാണ് ബ്ലൂബെറി പോലും. ബ്ലൂബെറി അത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് കുഴച്ച് ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടി നല്ല ഉണ്ണിയപ്പം ഉണ്ട്. ഇങ്ങനെ പരത്തി അതിനകത്ത് വെക്കുന്നു. എന്നിട്ട് എത്ര ഡിഗ്രിയിൽ അത് ബേക്ക് ചെയ്യുന്നത്? 160. 160 എത്ര നേരം ബേക്ക് ചെയ്യാൻ വെക്കും? നിങ്ങളെ ഹാർട്ട് പറഞ്ഞ രീതിയിൽ അത് റെഡി ആവുമ്പോ സൈഡ് ഗോൾഡ് ആവുമ്പോ. ചോക്ലേറ്റ് ചിപ്പിന് ഇല്ല, ഞാൻ മൊത്തം വലിച്ചെറിഞ്ഞ് ഞാൻ മറ്റേ കഴിഞ്ഞ വർഷം മേത്ത് പിച്ച പോലെ. ബ്ലൂബെറി അഭിഷേകം കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്നാ പരിപാടി? കുട്ടിയാ അരയില് തൂക്കിയിട്ട് അതിന്റെ ആ ക്ലിപ്പ് നീണ്ടിരിക്കുന്നുണ്ടോ? അസുകുട്ടി ബാക്ക് തിരിഞ്ഞേടാ. മാലു ബേക്ക് ചെയ്യാ. ഇവിടെ വാ അസുകുട്ടി, ഇങ്ങ് വന്നേ. ഇങ്ങ് വാ. മാലു കൂടി ഉണ്ട്. വാ. ബേക്കിംഗ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ക്ലീൻ കുക്കിംഗ്, ക്ലീൻ ബേക്കിംഗ് ആണ് മാളുവിന്റെ രീതി. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കുറച്ച് നമ്മൾ ചക്കിക്കും ജോണിക്കുട്ടിക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അനങ്ങാൻ കൊടുക്കണം, സമ്മതിക്കണവരെ. അതെ, വേറെ അനങ്ങണ ഒരാൾ ഇവിടെ നല്ല ഇറക്കവാ. എന്നാടാ ഇവിടെ പരിപാടി? ഇങ്ങോട്ട് ഇറക്കടാ. ആരുടെ അതിനകത്ത് കയറാൻ പറഞ്ഞേ? ബ്ലൂബെറി അഭിഷേകം മൂക്കിലൊക്കെ ആണല്ലോ. എൻ്റെ അമ്മോ, ഇവിടെ വാ. ഇവിടെ 160 എത്ര മിനിറ്റ് വെക്കും? ബ്രൗൺ ആവണോടം വരെ ഒരു 15 തൊട്ട് 20 മിനിറ്റ്സ് വരെ. ഓ, ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. കൈ പൊള്ളല്ലേ സൂക്ഷിച്ച്. വളരെ മമ്മ ഞാൻ എത്രയാണോ ചെയ്തേക്കുന്നത് ആണോ? അങ്ങനെയൊന്നും ചിന്തിക്കില്ല അല്ലേ. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹോട്ട് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള. അയ്യോ എൻ്റെ അമ്മയും തരാവേ, യശക്കുട്ടിക്ക് തരാവേ. ഫ്രഷ്ലി ബേക്ക്ഡ് കുക്കീസ്. ഇത് കോൾഡ് മിൽക്കിന്റെ കൂട്ടത്തിലായിരിക്കും ഇതിന് ഏറ്റവും ടേസ്റ്റിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ നല്ലൊരു കുക്കി എടുത്ത് വെക്കുന്നു. കുറച്ച് കോൺഫ്ലെക്സ് അതിന്റെ മേളിലോടെ ഇടുന്നു. എന്നിട്ട് കുറച്ച് ന്യൂട്രലയുടെ സിറപ്പ് ഇങ്ങനെ ഒഴിക്കുന്നു. അല്ല, സിറപ്പല്ല, ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് അതിന്റെ മേളിലോടെ ഒഴിക്കുന്നു. എന്നിട്ട് നല്ല കൂളായിട്ടുള്ള മധുരം ഇടാത്ത പാലിന്റെ കൂട്ടത്തില് അത് കുടിക്കുന്നു. നോ താങ്ക്സ് ഡിയേഴ്സ്, നോ താങ്ക്സ്. നിങ്ങൾ കഴിക്കൂ, മമ്മ അത് കാണാം. എസക്കുട്ടിയുടെ പാൽ ഇവിടെ ഉണ്ടല്ലോ. ഈ കപ്പ് കൊടുത്താൽ മതി ഇപ്പൊ, അല്ലെങ്കിൽ മറ്റോ കുടഞ്ഞൊഴിക്കും. നമ്മൾ ഷെയർ ചെയ്യും. നമുക്ക് മിറാക്കിൾസ് നോക്കാം. നമുക്ക് നമ്മളുടെ എടുക്കാം. ഇത് 14 കുക്കീസ് ഉണ്ട്. 14 രണ്ടെണ്ണം ബാക്കിയാവും. അപ്പൊ അത്ര എന്തോരം എടുത്ത് നമ്മള് ഫ്ലവർ 245. അപ്പം 14 എണ്ണം കിട്ടിയല്ലേ കുക്കി. നമ്മൾ ഉണ്ടാക്കണതിന്റെ സൈസ് അനുസരിച്ചിരിക്കും തോന്നുന്നു. നല്ല അത്യാവശ്യം നല്ല വലുതായിട്ടുള്ളതാ. കഴിച്ചോടാ. മൂവി കാണുമ്പോ വേണോ അല്ലേ ഇതാ? യശക്കുട്ടി തിന്ന് നല്ലാണ്ട് നോക്കട്ടെ. ചക്കി ടേസ്റ്റ് ചെയ്തേ, പഴയ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. പണ്ടത്തെ ആ ഒരു ഫീലില് കാണിച്ചേ. നല്ല കേട്ടോ. യശക്കുട്ടി കഴിച്ചോ? ചൂടുണ്ടോ? ഓ, അത് കഴിച്ചോ. ചൂട് പാല് വേണോ?
നമ്മൾ നോർമൽ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് റെഡി ടു ഡ്രിങ്ക് ആണ്. പാച്ചറൈസ്ഡ് പാലായതുകൊണ്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പ ഇത് കണ്ടാൽ നമ്മൾ കുട്ടാണ്. പപ്പ കാണുക, പപ്പ എഡിറ്റ് ഇവിടെ ഇരുന്ന് കഴിക്കരുത് കുടിക്കരുത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മാറ്റേല് വീഴരുത്, സോഫയിൽ വീഴല്ല. അല്ല, ഇപ്പോൾ ഒരാൾക്ക് 2 ആൾക്ക് പറ്റുമായിരിക്കും, പക്ഷേ എല്ലാവർക്കും പറ്റണമെന്നില്ല. പുറകിലിരിക്കുന്ന ആൾ പാല് കുടിച്ച് ഇച്ചിരി കുക്കി പുറകിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ലതാണോ നോക്കിയേ. ഇഷ്ടമായോ? പഴയ ടേസ്റ്റ് തന്നെയാണോ? ചക്കി പാലിൽ മുക്കിയെടുക്കുമ്പോൾ താഴെ വീഴുന്നുണ്ട് പാൽ. അത് നമ്മൾ കുക്കിയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവരതിനകത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. സ്കൂട്ടി ഭയങ്കര കൂവിടും ബഹളവും. അപ്പം ഒരു കുക്കി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പയ്യെ മുറ്റത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് അവനുള്ള പാലും കയ്യിലെടുത്തിട്ടുണ്ട്. എന്തോ കുക്കി മമ്മയുടെ കയ്യിലുണ്ട്, യശക്കുട്ടിയുടെ കയ്യിലുണ്ട്. നല്ല അത്യാവശ്യം വാമായിട്ടുള്ള ഇതാട്ടോ. ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. യശക്കുട്ടി ഊഞ്ഞാലാടാൻ പോവാണോ? ആണോ? ബ്ലൂബെറിയുടെ സ്റ്റേനാണോ സൈഡിലൂടെ കാണുന്നത്? പാതിരാത്രിയായിട്ട് വീട്ടിൽ കയറി പോകണ്ടേ? ബിസ്ക്കറ്റ് തിന്നോണ്ടിരിക്കുവാണോ? ആ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് നല്ലതാണോ? എങ്ങനെയുണ്ട്? എത്തിയല്ലോ. ഇത്ര രാത്രി നമ്മളിങ്ങനെ കഴിക്കുന്നില്ല, പക്ഷെ സമ്മർ നല്ല സണ്ണിയാണ് ഇപ്പൊ. ഒരാഴ്ച കളിയുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കത്തില്ല മോനെ. സ്കൂളിൽ പോവല്ലേ? പപ്പ ടേസ്റ്റ് ചെയ്യണത് കൂടെ കാണുന്നത് പിള്ളേർക്ക് ഭയങ്കര നിർബന്ധമല്ലേ? അങ്ങനെയുണ്ട്. അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായാലോ? അല്ല, ഭയങ്കര ടേസ്റ്റ് അല്ലേ? അതിനാ ഒരു നല്ല കണ്ട അതിന്റെ ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചായിരുന്നോ? കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആളുണ്ടാക്കി കാണിച്ചില്ലായിരുന്നല്ലോ. ഇതില് റെസിപ്പി അവള് പറയുന്നുണ്ട്. അടിപൊളിയാണോ? നമുക്ക് അതിനകത്ത് എഴുതുന്നുണ്ടല്ലോ. പക്ഷെ ഇത് പാലിന്റെ കൊടുത്ത് കഴിക്കാൻ നല്ലത്. ഭയങ്കര ടേസ്റ്റ്. പാല് കൊച്ചിനെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് അല്ലേ? അതിന്റെ ശരിക്കും പറഞ്ഞാൽ അടിയിലൊരു ചോക്ലേറ്റ് പീസ് വെച്ചിട്ടുണ്ട് ഉള്ളിൽ. ഇത് ചോക്ലേറ്റ് കുക്കീസ് നമ്മൾ മേടിക്കുമ്പോൾ അത് ഇടുന്ന ഭയങ്കര അതിൻ്റെ അടി കണ്ടോ നല്ലതായിട്ട് മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫ്രഷ്ലി ബേക്ക് ചെയ്തിട്ടുള്ള കുക്കി, ചെറിയ ചൂടോട് കൂടിയിട്ട്. കുഴപ്പമില്ല. പഴയ പോലെ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. തിരക്കൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സമയം പോലെയൊക്കെയാണ് നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നത്. സമയമുള്ള ദിവസങ്ങളിൽ നമ്മൾ എടുത്ത് ഇടാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.